ബി ജെ പിയെ പരാജയപ്പെടുത്തത്തക്ക രീതിയിലുള്ള പൊതു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് ബി ജെ പിക്കും മനസ്സിലായി തുടങ്ങി എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ കാർഡ്, വർഗീയ കാർഡ് ഇറക്കി കളിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ കടുത്ത വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ് ഇനിയൊരു ഊഴമില്ല എന്ന നിലയിൽ ജനങ്ങളാകെ തീരുമാനിച്ചൊരു ഘട്ടമാണിത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു സാഹചര്യമുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയവരെ അവരുടെ പ്രവർത്തനം വെച്ച് വിലയിരുത്താനുള്ള അവസരമാണിത്. അങ്ങനെ നോക്കിയാൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് 18 പേരും എൽ ഡി എഫിൻ്റെ കൂടെ 2 പേരുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ 18 പേര് കേരളത്തിൻ്റേതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന ബോധ്യമാണ് ജനങ്ങൾക്കാകെയുള്ളത്. ഇതിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ 5 വർഷ കാലയളവിനുള്ളിലുണ്ടായി. കാരണം 2019 രണ്ടാം ഊഴം ബി ജെ പി ഗവൺമെൻറ് ലഭിച്ചപ്പോൾ RSSൻ്റെ തീവ്ര അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ അവയെ ശക്തമായി എതിർക്കുന്ന നിലപാട് മതനിരപേക്ഷ ശക്തികളെല്ലാം സ്വീകരിച്ചെങ്കിലും കോൺഗ്രസിനെ ആ കൂട്ടത്തിൽ സജീവമായി കണ്ടില്ല. പാർലമെൻറ്റിലും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ഉയരുന്നത് കേട്ടില്ല. നമ്മുടെ ഈ 18 സംഘം കുറ്റകരമായ അനാസ്ഥയും അലംഭാവവുമാണ് കാണിച്ചത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ബോധ്യം.